ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പൊറോട്ടയാണ് ഉണ്ടാക്കാൻ പോണത്. സാധാരണഗതിയിൽ നമ്മൾ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ കുറേ സമയം മാവൊക്കെ കുഴച്ച് വെക്കണം അല്ലേ. അത് പിന്നെ തുണി വെച്ചിട്ട് മൂടി വെക്കണം, അതൊന്ന് പൊങ്ങി വരണം, അതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി കുറേ സമയം എടുക്കും, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇതൊന്നും ഇല്ലാതെ തന്നെ നമ്മളൊരു ചപ്പാത്തി പരത്തിയെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് പൊറോട്ട ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ മൈദാമാവാണ് എടുക്കുന്നത്. മൈദാമാവിലേക്ക് ഒരൽപ്പം ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം ആദ്യം. ഉപ്പും മൈദാമാവും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. തിളപ്പിച്ചാറിയ വെള്ളമോ അല്ലെങ്കിൽ സാധാരണ പച്ചവെള്ളമോ ചേർത്താലും മതി, ചൂടുവെള്ളം ഒന്നും വേണ്ട. ഇതും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം മിക്സ് ചെയ്യാൻ. ഒരുമിച്ച് വെള്ളം ഒഴിക്കരുത്, കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് മാവും ഉപ്പും വെള്ളവും കൂടി നന്നായിട്ട് മിക്സായി വരണം. നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം കൈകൊണ്ട് കുഴച്ചെടുക്കാം. കൈകൊണ്ട് കുഴയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആവുന്നത് വരെ കുഴയ്ക്കണേ. ഇടയ്ക്കിടയ്ക്ക് കയ്യിൽ അല്പം വെള്ളം നനച്ചു കൊടുത്ത് ഒട്ടലൊക്കെ മാറ്റി നല്ല രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കാം. ഇതിൽ എണ്ണയോ മുട്ടയോ തൈരോ ഒന്നും ചേർത്തിട്ടില്ല. ഇൻഗ്രീഡിയൻസ് നിങ്ങൾ കണ്ടല്ലോ, ഉപ്പും മൈദയും വെള്ളവും മാത്രമേ ഉള്ളൂ. ഇനി ലാസ്റ്റ് നമ്മൾ കുറച്ചൊരെണ്ണ ചേർത്ത് ആ ഒട്ടലൊക്കെ ഒന്ന് മാറി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി വളരെ കുറച്ച് എണ്ണ മാത്രം അതിലേക്ക് ചേർക്കുന്നുണ്ട്. അജയേട്ടൻ ഇവിടെ പൊറോട്ടയുമായി മല്ലു പിടിക്കുന്ന സമയത്തിന് ഞാൻ ഇവിടെ ക്ലീനിങ് പരിപാടി തുടങ്ങി. ഇഷ്ടംപോലെ പേപ്പേഴ്സ് എല്ലാ ദിവസവും തൂത്ത് കളയാനുണ്ടാവും. ഒരു സൈഡിൽ പാക്കിങ്ങിൻ്റെ കട്ടിങ് പേപ്പേഴ്സും എല്ലാം ഉണ്ടാവും, മറ്റു സൈഡിൽ കുഞ്ഞൂസ് ക്രാഫ്റ്റ് ഉണ്ടാക്കുന്ന പേപ്പേഴ്സും ഉണ്ടാവും. ഒന്നും അറിയാത്ത പോലെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുവാണ് മൂടിപ്പോച്ച്. നല്ല തണുപ്പുണ്ടേ. മുട്ട പുഴുങ്ങാൻ വെക്കുമ്പോൾ സവോളയുടെ തൊലി ഇട്ടിട്ട് പുഴുങ്ങാൻ വെച്ച് കഴിഞ്ഞാൽ മുട്ടത്തോട് പെട്ടെന്ന് പൊളിഞ്ഞു വരുമെന്നാണ് പറയുന്നത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കെട്ടിയോന് രാവിലെ സ്നേഹപൂർവ്വം നല്ല കിടിലൻ ചായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നക്ഷത്രയുടെ തേയില ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ ഇതാ നമ്മുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. കുഴച്ച് വെച്ചിരുന്ന മാവ് അധികം നേരം ഒന്നും വെച്ചിട്ടില്ല. അന്നേരം തന്നെ എടുത്ത് നമുക്കിതുപോലെ പരത്താം. എണ്ണ തൊട്ട് കൈകൊണ്ട് തന്നെ പരത്തിയെടുക്കാവുന്നതാണ്. നന്നായി ഇതുപോലെ പരത്തിയതിന് ശേഷം മാവ് ചുരുട്ടി ഇതേപോലെ ചുരുട്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇതുപോലെ ബാക്കിയുള്ള ബോൾസും നമുക്ക് റെഡിയാക്കാം. എണ്ണ തൊട്ട് ഇതേപോലെ പരത്തിയെടുക്കാവുന്നതാണ് കൈകൊണ്ട് തന്നെ. ഇനി അങ്ങനെ പരത്താൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചപ്പാത്തി പരത്തുന്ന കമ്പ് കൊണ്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താലും മതി.
ചപ്പാത്തി കമ്പ് കൊണ്ട് പരത്തി കൊടുത്താൽ കുറച്ചും കൂടി വേഗത്തിൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാ ബോൾസും ഇതേപോലെ ചുരുട്ടി വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം ചുരുട്ടി വെച്ചത് എടുത്ത് ഓരോന്നോരോന്നെടുത്ത് ഇതേപോലെ പരത്തിയെടുക്കുക. ഇതൊന്നും മണിക്കൂറുകളോളം ഒന്നും നമ്മൾ വെക്കുന്നേ ഇല്ല. ജസ്റ്റ് എല്ലാം ചുരുട്ടാനെടുത്ത സമയം മാത്രമേ നമ്മളിതെല്ലാം വെക്കുന്നുള്ളൂ. അന്നേരം തന്നെയാണിത് തയ്യാറാക്കുന്നത്. കല്ല് ചൂടായിട്ടുണ്ട്, അതിലേക്ക് എടുത്തിട്ട് 2 വശവും പൊള്ളിച്ചെടുക്കുക. സാധാരണ പൊറോട്ട ചെയ്യുന്നത് പോലെ തന്നെ. അധികം എണ്ണയും നമ്മൾ യൂസ് ചെയ്യുന്നില്ല, വളരെ കുറച്ച് മാത്രമേ എണ്ണ യൂസ് ചെയ്യുന്നുള്ളൂ. രണ്ട് വശവും നല്ല രീതിയിൽ പൊള്ളിയതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ഇടയിൽ കറിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. പൊറോട്ട ഒരു സൈഡിൽ വേവുന്നു, ഒരു സൈഡിൽ നമ്മൾ കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ മുട്ടക്കറിയിൽ എന്തിനാണ് ഇത്ര ഉരുളക്കിഴങ്ങ് ഇടുന്നതെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കുഞ്ഞൂസിനുള്ളതാണ്. ഉരുളക്കിഴങ്ങില്ലാതെ ഇവിടെ യാതൊരു പരിപാടി നടക്കത്തില്ല. അപ്പോൾ അതാ നമ്മുടെ പൊറോട്ട എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നല്ല സോഫ്റ്റ് പൊറോട്ടയാണ് കേട്ടോ. ഇത് ഇത്രയും സമയം വെക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണെങ്കിൽ പോലും അതിന് യാതൊരു പ്രശ്നമില്ല. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പൊറോട്ട പോലെ തന്നെ നല്ല ടേസ്റ്റായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നമ്മുടെ മുട്ട അത് തിളച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുണ്ടോ, ആ ഉള്ളിത്തൊലിയുടെ കളറൊക്കെ കൂടെ അതിൽ പിടിച്ചിട്ട് ഈ ഒരു ഗോൾഡൻ കളർ പോലെ ആയിട്ടുണ്ട്. പെട്ടെന്ന് പൊളിഞ്ഞു വരും. 2 തട്ട് തട്ടി ഒന്ന് കൈ കൊണ്ട് അടർത്തി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് പൊളിഞ്ഞു പോരുന്ന പരുവത്തിലാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് നല്ലൊരു ട്രിക്കാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സവോളത്തൊലി ഇട്ടിട്ട് തിളപ്പിച്ചെടുത്താൽ മതി മുട്ട വേവിക്കുമ്പോൾ. വാവ്, അടിപൊളി. ഒട്ടും പൊടിഞ്ഞു പോവാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ രാവിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് സമാധാനമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. നല്ല സോഫ്റ്റ് പൊറോട്ടയും നക്ഷത്രയുടെ ഗരം മസാല ഇട്ടുണ്ടാക്കിയ നല്ല കിടിലൻ മുട്ടക്കറി. ആഹാ, സ്വർഗം. കണ്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് പിച്ചിയെടുക്കാൻ പറ്റും. അത്രയും സോഫ്റ്റാണ് കേട്ടോ. ഇന്ന് നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. മഴമേഘമുണ്ട്, ഉരുണ്ടുകൂടി വരുന്നുണ്ട് ഒരു സൈഡിൽ നിന്ന്. എന്നാൽ ഇപ്പം അത്യാവശ്യം തെളിഞ്ഞ് നിൽക്കുന്ന കാലാവസ്ഥയാണ്. അങ്ങ് അകലെയായി കാണുന്നത് പരുന്തുംപാറയാണ്. മുമ്പും പല വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. നല്ല ക്ലിയർ ആയിട്ടുള്ള കാലാവസ്ഥയിൽ നമുക്ക് അങ്ങ് ദൂരെ മലമടക്കുകൾ വരെ കാണാനായിട്ട് സാധിക്കും. അതിമനോഹരമായ കാഴ്ചയാണിത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി ഇനിയും കാണാമേ.